മേഡം പണ്ട് തൊട്ടേ നമ്മൾ കേട്ട് വരുന്നൊരു കാര്യമാണ് പാമ്പുകൾ പക വെച്ചിട്ട് നമ്മൾ എത്ര കാലം കഴിഞ്ഞാലും കടിക്കും അങ്ങനെയൊക്കെ. ഇഷ്ടംപോലെ സിനിമകളും ഉണ്ട് ഇതിനെ പറ്റിയല്ലേ. സിനിമകളിലും കണ്ടിട്ടുണ്ട്. ഈ പാമ്പിങ്ങനെ പിന്നെ ആൺ പാമ്പിനെ കൊന്നു കഴിയുമ്പോ പെൺപാമ്പ് വന്ന് പക വീറ്റുകയൊക്കെ ചെയ്യുന്ന ഹിന്ദി മൂവിയൊക്കെ ഉണ്ടല്ലേ. അപ്പൊ അത് അങ്ങനെ അത് വളരെ ഒരു മിഥ്യാധാരണയാണ്. അങ്ങനെ ഒരു വിവേചന ബുദ്ധിയൊന്നും ഉള്ള ഒരു ആനിമൽ അല്ല പാമ്പെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എപ്പോഴെങ്കിലും പാമ്പിനെ പ്രകോപിപ്പിക്കുകയാണെങ്കിൽ അല്ലെ വേദനിപ്പിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പാമ്പിനെ എവിടെയെങ്കിലും ട്രാപ്ഡ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് വരികയാണെങ്കിലൊക്കെയാണ് അത് സാധാരണയായിട്ട് കടിക്കുന്നത്. ചിലപ്പം പിന്നെ 2 പ്രാവശ്യമൊക്കെ പാമ്പ് കടി ഏറ്റിട്ടുള്ള ആൾക്കാരുണ്ട്. അത് ചിലപ്പോൾ ഒരു സാഹചര്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഭൂപ്രകൃതിയുടെ ഒക്കെ പ്രത്യേകതയാവാം. പക്ഷെ അത് ഒരു പക വീട്ടലായിട്ട് നമ്മൾ കാണേണ്ടതില്ല. അങ്ങനെ ഒരു ബൗദ്ധിക ക്ഷമതയൊന്നുമുള്ള ഒരു ജീവിയല്ല പാമ്പെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ പാമ്പിനെ ചുറ്റിപ്പറ്റി ഒരുപാട് മിഥ്യകളുണ്ട്. നമ്മുടെ കാവുകളെ ചുറ്റിപ്പറ്റിയുള്ള മിഥ്യകൾ അങ്ങനെയുണ്ട്, അമ്പലങ്ങളുണ്ട്. അപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു പരിധിവരെയൊക്കെ അത് നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ ഉതകുന്ന കാര്യമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ചില കാവുകൾ നഷ്ടപ്പെടാതിരിക്കാനും ചില സംഗതികളൊക്കെ നമ്മൾ സംരക്ഷിച്ച് വയ്ക്കുന്ന അങ്ങനെ ഒരു മിത്തുകൾ ഉള്ളത് കൊണ്ടാണ്. പക്ഷേ പാമ്പിയകടിയെക്കുറിച്ച് ഉള്ള ഈ മിത്ത് അത്ര ഒരു ശാസ്ത്രീയ അടിസ്ഥാനം അതിനുണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഈ ആന്റി സ്നേക്ക് വെനം എടുക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ദോഷഫലങ്ങളുണ്ടോ? ആൻറ്റി സ്നേക്ക് വെനം എന്ന് പറയുന്നത് ഒരു പ്രോട്ടീൻ ആണ്. അതൊരു പിന്നെ അതിൻ്റെ ചില അനഫൈലാക്റ്റിക് റിയാക്ഷൻ, അതായത് അലർജിക് റിയാക്ഷൻ ചിലപ്പോൾ വരാറുണ്ട്. അലർജിക് റിയാക്ഷൻ ഉണ്ടെങ്കിൽ പോലും പലപ്പോഴും നമുക്കത് കൊടുക്കേണ്ടി വരാറുമുണ്ട്. പക്ഷേ അതിന് ഒരുപാട് ദൂരെ എത്തി നിൽക്കുന്ന അങ്ങനെയുള്ള ദോഷഫലങ്ങളൊന്നുമില്ല. ബാക്കി വരുന്ന ദോഷഫലങ്ങൾ, ഉദാഹരണത്തിന് നമ്മുടെ ഈ കിഡ്നി ഫെയിലിയറൊക്കെ പോലെ, അത് പാമ്പിൻ്റെ ഈ സ്നേക്ക് വെനം കൊണ്ട് തന്നെ ഉണ്ടാകുന്ന ചില ദോഷഫലങ്ങളാണ്. എന്നാൽ ഈ വിഷം ഇല്ലാത്ത പാമ്പ് കടിയാണെന്ന് അറിഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോകണമെന്നുണ്ടോ? അതൊരു മെഡിക്കൽ എമർജൻസി ആണോ? നമ്മൾ ചിലപ്പോൾ പാമ്പിനെ കണ്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിൽ നമുക്ക് തെറ്റുപറ്റാം. പലപ്പോഴും ചിലപ്പോൾ നമ്മുടെ ഐഡൻറ്റിഫിക്കേഷൻ തെറ്റിപ്പോയി എന്ന് ഇരിക്കാം. എന്ന് വെച്ചാൽ നാട്ടിൽ പലർക്കും നമ്മുടെ റാറ്റ് സ്നേക്ക് അല്ലെങ്കിൽ ചേരയൊക്കെ കണ്ടാൽ വളരെ ഭംഗിയായിട്ട് അറിയാം. പക്ഷേ എങ്കിൽ തന്നെ നമ്മൾ പാമ്പ് കടിയെ ഒരു മെഡിക്കൽ എമർജൻസി ആയിട്ട് തന്നെ കണക്കാക്കണമെന്നാണ്. കാരണം നമ്മൾ ആൻറ്റി സ്നേക്ക് വെനം എത്ര വേഗം കൊടുക്കുന്നു, എത്ര വേഗം ഈ പ്രത്യേകിച്ച് ന്യൂറോടോക്സിക് ആയിട്ടുള്ള മസ്തിഷ്ക സംബന്ധമായിട്ടുള്ള തകരാറുകൾ വരുത്തുന്ന പാമ്പ് കടികൾ എത്ര വേഗം നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നു, അത്രയും നല്ലതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് പാമ്പ് കടിയെ ഒരു എമർജൻസി ആയിട്ട് തന്നെ കണക്കാക്കണം. അതിൽ നാട്ടുവൈദ്യവും മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്ത് സമയം കളയാതെ ഇരിക്കുക.